ഓണാഘോഷത്തിന് ആരംഭം കുറിക്കുന്ന ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയം 2024 സെപ്റ്റംബർ 6 നടക്കും. മുൻ വർഷങ്ങളെപ്പോലെ തന്നെ വൈവിധ്യമാർന്ന അനുബന്ധ പരിപാടികളോടുകൂടി അതിഗംഭീരമായ അത്താഘോഷം സംഘടിപ്പിക്കുമെന്ന് തൃപ്പൂണിത്തുറ നഗരസഭ അത്താഘോഷ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അത്താഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കലാമത്സരങ്ങളുടെ രജിസ്ട്രേഷൻ ജൂലൈ 10 വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ജൂലൈ 15 കലാമത്സരങ്ങൾ ആരംഭിക്കും. 45 ഇനങ്ങളിലാണ് ഇക്കുറി മത്സരങ്ങൾ നടക്കുന്നത്. ഇത്തവണ ചെസ്, കൈകൊട്ടിക്കളി മത്സരങ്ങൾ പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്രയിൽ അണിനിരക്കുന്ന കലാരൂപങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ജൂലൈ 5 മുതൽ ആരംഭിക്കും. ഇത്തവണ അത്താഘോഷം വയോജന സൗഹാർദ്ദമാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങൾക്കായി പ്രത്യേക പൂക്കളം, തിരുവാതിരക്കളി, ലളിതഗാനം, കവിതാ പാരായണം മത്സരങ്ങൾ സംഘടിപ്പിക്കും. അത്താഘോഷ പ്രചരണത്തിന്റെ ഭാഗമായി അത്തച്ചമയ ഘോഷയാത്ര പോകുന്ന വഴിയിലെ ചുവരുകളിൽ ഗ്രാഫിറ്റി പെയിന്റിംഗ് വരയ്ക്കുന്നതിന് നഗരവാസികളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് നഗരസഭ അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ നഗരസഭ അധ്യക്ഷ രമാ സന്തോഷ്, ഉപാധ്യക്ഷൻ കെ പ്രദീപ് കുമാർ, ജനറൽ കൺവീനർ KV സാജു, കൺവീനർമാരായ UK പീതാംബരൻ, ശ്രീലത മധുസൂദനൻ, KT അഖിൽദാസ്, രോഹിണി കൃഷ്ണകുമാർ, ആന്റണി ജോ വർഗീസ്, PS കിരൺകുമാർ, VG രാജലക്ഷ്മി, D അർജുനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ പരമേശ്വരൻ, ദീപ്തി സുമേഷ്, CA ബെന്നി, മുനിസിപ്പൽ സെക്രട്ടറി PK സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ 2024 സെപ്റ്റംബർ 6 നടക്കുന്നത്. അതിന്റെ ഭാഗമായി മുൻവർഷങ്ങളിലേതുപോലെ തന്നെ വളരെ വിപുലമായ രീതിയിൽ, അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇത്തവണ അത്താഘോഷ ചടങ്ങുകൾ നടത്തി പൂർത്തീകരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മൾ അത്താഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് അത്താഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള മത്സര ഇനങ്ങൾ 34 മത്സര ഇനങ്ങളാണ് ഇത്തവണ ഉള്ളത്. മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് 2024 ജൂലൈ 10 മുന്നേ തന്നെ അത്തം ഓഫീസിൽ രജിസ്ട്രേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പത്രം, മാധ്യമങ്ങൾ വഴി നമ്മൾ അറിയിക്കുകയും ഇനിയും വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി ഒരു റിമൈൻഡർ എന്നുള്ള നിലയിൽ നമ്മൾ അറിയിക്കുകയും ചെയ്യും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആ രീതിയിൽ വരും ദിവസങ്ങളിൽ നമ്മളുടെ ലായം കൂത്തമ്പലത്തിൽ വെച്ചിട്ടായിരിക്കും, ലായം കൂത്തമ്പലവും മറ്റ് സ്റ്റേജുകളിലും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ കലാമത്സരങ്ങൾ നടക്കുക. അങ്ങനെ 34 ഇനങ്ങളിൽ മത്സരങ്ങൾ വിപുലമായ രീതിയിൽ നടക്കും. അതോടൊപ്പം തന്നെ വലിയ തോതിൽ കഴിഞ്ഞ തവണയും നമ്മുടെ അത്താഘോഷ ചടങ്ങുകളുടെയൊക്കെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഘോഷയാത്ര തന്നെയാണ്. കഴിഞ്ഞ വർഷം വളരെ ഗംഭീരമായ ഘോഷയാത്ര തന്നെയാണ് നമ്മുടെ അത്തവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ഇത്തവണയും വലിയ രീതിയിലുള്ള ഘോഷയാത്ര തന്നെയായിരിക്കും നടക്കുക. അതുമായി